നല്ലൊരു അടിപൊളി മട്ടൺ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പത്തിരിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. മട്ടണിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ട് കൊടുത്ത് തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് ഒരു പിടി കുഞ്ഞുള്ളി ചതച്ചതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആവും കേട്ടോ. ഈ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിന് 5-6 പച്ചമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റോ നമ്മൾ അതിലേക്ക് ചേർത്തൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓപ്ഷനിലാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 5-6 കാഷ്നട്ട് കൂടെ നമുക്ക് അരച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ മട്ടനൊക്കെ വെന്ത ശേഷം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ കൂടെ ചേർത്ത് കുറച്ചധികം കറിവേപ്പിലയും മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി.